ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ചില അപ്ഡേറ്റുകൾ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നിലവിലെ സാഹചര്യത്തിൽ ISLൻ്റെ ഭാവി എന്താവുമെന്ന് എല്ലാവർക്കും സംശയമാണ്. കാരണം വലിയൊരു അൺസർട്ടനിറ്റി തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട MRA കോൺട്രാക്റ്റ്, അതായത് മ്യൂച്വൽ റൈറ്റ്സ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന FSDLും AIFFും തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ പല ടീമുകളും തങ്ങളുടെ ട്രാൻസ്ഫറുകൾ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് നീങ്ങുകയും ചില ടീമുകൾ ചില ടൂർണമെൻറ്റുകളിൽ നിന്ന്, അതായത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ടൂർണമെൻ്റ് ആയിട്ടുള്ള ഡ്യൂറൻഡ് കപ്പിൽ നിന്ന് പിന്മാറുകയും ഇനി നടക്കാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറുന്ന സിറ്റുവേഷനിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായ നടപടി വേണ്ടത് എന്നാണ് പലരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് AIFFുമായിട്ട് ക്ലബ്ബുകൾ നടത്തിയിട്ടുണ്ടായിരുന്ന മീറ്റിങ്ങിൽ സൂപ്പർ കപ്പ് ആദ്യം നടത്തുമെന്നും പിന്നീട് ISL നടത്തുമെന്നൊരു കൺഫർമേഷൻ കല്യാൺ ചൗബെ പ്രസ് മീറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു മറ്റൊരു മീറ്റിംഗ് കൂടി ഉടനെ നടത്തുമെന്ന്. ഇന്നലെ ഒരു മീറ്റിംഗ് കൂടി ലീഗൽ കൗൺസിൽ, അതായത് ലീഗൽ ടീംസുമായിട്ട്, ക്ലബ്ബുകളുടെ ലീഗൽ ടീംസുമായിട്ട് AIFFിൻ്റെ അധികൃതർ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ എടുത്തിട്ടുള്ള ഐക്യദാർഢ്യമായിട്ട് അല്ലെങ്കിൽ ഏകകണ്ഠമായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ വരുവാനായിട്ട് പോകുന്ന തിങ്കളാഴ്ച ഓഗസ്റ്റ് 18 അവർ സുപ്രീം കോർട്ടിൽ അവർ ഈ ഒരു ISLുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺറ്റിയൊക്കെ തന്നെ പ്രകടിപ്പിക്കുമെന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ, അതായത് നിലവിൽ എന്തായാലും ഓഗസ്റ്റ് 18 ഈ ഒരു തങ്ങളുടെ കൺസേൺ ISLൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ളത് ഇവരെ സുപ്രീം കോർട്ടിനെ അറിയിക്കുമെന്ന്, അതായത് ഹോണറബിൾ സുപ്രീം കോർട്ടിനെ അറിയിക്കുമെന്നൊരു കാര്യം നിലവിൽ അവർ AIFFിൻ്റെ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ, അതായത് ഈ ഒരു ഓഗസ്റ്റ് 18 അറിയിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു അഫിഡേവിറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടത്തുമെന്നുള്ളത് നിലവിൽ ആശിഷ് നേഗി ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മറ്റൊരു അഫിഡേവിറ്റും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നേരത്തെ നടക്കുവാനായിട്ടുള്ള, അതായത് ഓഗസ്റ്റ് 18 മുമ്പ് തന്നെ മറ്റൊരു അഫിഡേവിറ്റും കൂടി നൽകുമെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനെല്ലാം പുറമെ നിലവിൽ ഫിഫ്പ്രോയുടെ പ്രസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തി നിലവിൽ ഫിഫ പ്രസിഡൻറ്റിൻ്റെ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺറ്റി അറിയിക്കുകയും ISL അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്ലോബലായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഫിഫയുടെ അസോസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ISLൻ്റെ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടണമെന്നൊരു ആവശ്യം നിലവിൽ ഫിഫ്പ്രോയുടെ പ്രസിഡൻറ്റ് അറിയിച്ചതായിട്ട് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വാർത്തകളെല്ലാം തന്നെ നിലവിൽ വളരെയധികം ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളാണിതൊക്കെ. കാരണം നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി ഒരു റൈറ്റ് ട്രാക്കിലേക്ക് പതിയെ തിരിച്ചെത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും നിലവിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഉണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഏകദേശം ഒരു 5,000ഓളം വർക്കേഴ്സ് ഉള്ള ഒരു ലീഗാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നത്. അത് പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സ്റ്റേണലി ആണെങ്കിലും, അതായത് മറ്റ് സ്റ്റാഫുകളൊക്കെ തന്നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ടോപ്പ് 10 ലീഗ് പെട്ടെന്ന് നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇന്ത്യൻ ഫുട്ബോളിലേക്ക്, ഇന്ത്യൻ സൂപ്പർ ലീഗ് മടങ്ങി വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.